ഇന്നലെ ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ബിന്ദു പറഞ്ഞു, സ്വാമി നമ്മളെ പടിക്കെട്ടിലേക്ക് ആരാണ്ട് ഒരു വെളുത്ത ഭസ്മപ്പൊടി ഇങ്ങനെ വിതറിയേക്കാണ് താഴേക്കാണ്. എനിക്കത് മനസ്സിലാണ് ആരാണെന്ന്. പ്രത്യങ്കരെ ഉപാസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരമുള്ള ആഭിചാര കർമ്മങ്ങൾ നമുക്കെതിരെ പ്രയോഗിക്കുന്നവർക്ക് തന്നെ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. എന്തായാലും ഇവർക്കൊന്നും എതിരെ ഒരു പൂ പോലും നുള്ളിയിടാൻ എനിക്കാകില്ല. ഇത്തരം ഏതെങ്കിലും ഗൂഢോത്രം ചെയ്യുന്ന ആൾക്കാരെടുത്ത് പോയി ഭസ്മപ്പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് വിതറിയാൽ അത് ചവിട്ടിക്കേറി പോകുന്ന സുനിൽ പരമേശ്വരനോ കല ടീച്ചർക്കോ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് വളരെ സന്തോഷം. നമസ്കാരം. 2-3 ദിവസം മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ പ്രശ്നപരിഹാരങ്ങൾ പറയുകയായിരുന്നല്ലോ. പലതിനും പരിഹാരങ്ങളൊന്നുമില്ല. മനുഷ്യൻ്റെ ദുഃഖങ്ങൾ കേൾക്കുക എന്നത് മാത്രമേ ഉള്ളൂ, കേട്ടുകൊണ്ടിരിക്കാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു 2018 ഞാൻ പറഞ്ഞ ഒരു ഫലം എഴുതി കൊടുത്തൊരു ഫലമായിട്ടൊരാൾ വന്നു. ഒരു പെൺകുട്ടിക്ക് മാനസികമായ ഒരു തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എഴുതി കൊടുത്ത ഒരു കത്ത്. ഒരു വെള്ള പേപ്പർ എഴുതി കൊടുത്തല്ല, കത്തല്ല, എഴുതി കൊടുത്തതാണ്. നമുക്കത് മുൻകൂട്ടി പറയാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ തന്നെ സ്വയം ചിന്തിക്കാറുണ്ട്. മറ്റൊന്ന്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബവുമായിട്ട് ബന്ധമുള്ളതാണ്. ആ വീടിൻ്റെ വളരെ സമ്പന്നമായ ഒരു വീടാണ്. ആ വീടിൻ്റെ ഒരു ഭാഗത്തൊരു ശവം കിടക്കാൻ സാധ്യതയുണ്ടെന്നും അത് ഇത്ര കാലം കഴിയുമ്പോൾ അത് ശക്തി പ്രാപിച്ച് ആ വീട്ടിലെ ഒരു അംഗത്തെ പിടികൂടുമെന്നും ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു. എൻ്റെ അതേ പ്രായമുള്ളതാണ്, അല്ലെങ്കിൽ എന്നെക്കാൾ കുറച്ചിളയതാകാനാണ് സാധ്യത. ഇന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ആ സുഹൃത്തിൻ്റെ അവസ്ഥ പറയുകയാണ്. നമ്മൾ എന്തിനാണ് ദൈവം ഇങ്ങനെയൊക്കെ ഡുവൽ പേഴ്സണാലിറ്റി ഉള്ള സൃഷ്ടികൾ നടത്തുന്നതെന്ന് ഞാൻ ദൈവത്തിനോട് തന്നെ ചോദിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഒക്കെ മനുഷ്യൻ ഇതിൻ്റെയൊക്കെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലേ? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് കരകയറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു. നല്ല കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ചേർന്നാണ് വന്നത്. ഇന്നത്തെ തലമുറയിലെ കുട്ടികളാണ്. എനിക്ക് ഒന്നും ഉത്തരം വ്യക്തമായി പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ വെമ്പായത്തെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ അസ്വസ്ഥനായി. പിന്നെയും ഉണ്ടായിരുന്നു 10-25 പേർ. എൻ്റെ മനസ്സാകെ ബുദ്ധിമുട്ടിലായി. പിന്നെയുള്ള ഫലങ്ങളും പറയണമല്ലോ. കാരണം ആൾക്കാർ അവിടെ വന്നവർ എല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ വളരെ ദൂരത്തു നിന്നൊക്കെ വന്നവരാണ്. ചില ബന്ധങ്ങളുടെ തകർച്ചകൾ കാണുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു കാലത്ത് സമ്പന്നമായി ജീവിച്ചിരുന്നവർ കുടുംബ ബന്ധങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ പോയി പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ അതിന് ദൈവികമായിട്ടുള്ള വല്ല പരിഹാരമുണ്ടോ എന്നുള്ളതും ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ തന്നെ പല കാര്യങ്ങൾക്കും പരിഹാരമൊന്നുമില്ല. ഞാൻ തന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ടീച്ചറിനോട് സംസാരിക്കാറുണ്ട്. ഇന്നലെ ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ബിന്ദു പറഞ്ഞു, സ്വാമി നമ്മളെ പടിക്കെട്ടിലേക്ക് ആരാണ്ട് ഒരു വെളുത്ത ഭസ്മപ്പൊടി ഇങ്ങനെ വിതറിയേക്കാണ് താഴേക്കാണ്. എനിക്കത് മനസ്സിലാണ് ആരാണെന്ന്. പ്രത്യങ്കരെ ഉപാസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരമുള്ള ആഭിചാര കർമ്മങ്ങൾ നമുക്കെതിരെ പ്രയോഗിക്കുന്നവർക്ക് തന്നെ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. എന്തായാലും ഇവർക്കൊന്നും എതിരെ ഒരു പൂ പോലും നുള്ളിയിടാൻ എനിക്കാകില്ല. ഒരു ദിവസം ഞാനിങ്ങനെ ചെടികളൊക്കെ ഞാൻ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ആകെയുള്ള വിനോദം എന്ന് പറയുന്നത് കുറച്ച് മീനുകളെ വളർത്തും. അതിനെ രാവിലെ എല്ലാവരും വരൂ എന്ന് പറയുമ്പോൾ അത് വരും. ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കും. കുറേ കിളികളുണ്ടായിരുന്നു. എനിക്ക് ചെയ്യുന്ന ആഭിചാരത്തിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ കിളികളൊക്കെ ചത്തു വീണും. ആ പാവപ്പെട്ടവർ എന്ത് പിഴച്ചു. അതുകൊണ്ട് ഞാൻ മുമ്പിൽ നിന്ന് അവരൊരുമിച്ച് ചിലയ്ക്കുന്നതും ഒരുമിച്ച് മുട്ടി ഇരുമി ഇരിക്കുന്നതും കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും. മനുഷ്യൻ തമ്മിൽ കെട്ടിപ്പിടിക്കാറില്ല, സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാറില്ല, സ്നേഹത്തോടെ ഒന്ന് തലോടാറില്ല. അതൊക്കെ വളരെ കുറവാണ്. കിളികൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊക്കെ എതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ, നമ്മളൊരു കാലത്ത് സഹായിച്ചിരുന്നവർ, അവരുടെ ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് തകർന്ന് വീണുമ്പോൾ കേണപേക്ഷിച്ച് രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ നമുക്ക് രക്ഷിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന ചില താന്ത്രിക വിദ്യകളൊക്കെ കണ്ട് അവരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ രക്ഷപ്പെട്ടു പോയ ചില ജന്മങ്ങൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യും. നമ്മുടെ ജപം കൊണ്ടോ ഉപാസനാശക്തി കൊണ്ടോ ഒക്കെ ഒരു പക്ഷേ ഇതിൽ നിന്നൊക്കെ കരകയറി വരും. ടീച്ചറിന് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ചില ഭയങ്ങളൊക്കെ ഉണ്ട്.
ടീച്ചറെക്കുറിച്ചല്ല, എന്നെക്കുറിച്ചാണ്. ഞാനിതൊന്നും ഭയക്കാറില്ല. എന്തിനു ഭയക്കണം? ജനിച്ചാൽ നമ്മൾ മരിച്ചേ പറ്റൂ. നമ്മൾ എന്തൊക്കെ ആണ് അനുഭവിക്കേണ്ടത് വന്നതെന്നാലും അതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടുമൊക്കെ സഹിക്കാൻ പറ്റാത്തവർ ഏതെങ്കിലും ഇത്തരം ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന, ക്ഷേത്രമെന്ന് പറയാൻ പറ്റില്ല, ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പൊട്ടൊക്കെ ചുറ്റിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ വീഴ്ത്തി തരാം എന്നൊക്കെ പറഞ്ഞാൽ, നമ്മളില്ലാത്ത സമയത്ത് ഇതുപോലുള്ള വെളുത്ത ഭസ്മമൊക്കെ കൊണ്ടിട്ടാൽ, എല്ലുപൊടിയും ഒക്കെ കൊണ്ടിട്ടാൽ നമ്മളതൊക്കെ അത് മറികടന്ന് പോകുകയേ ഉള്ളൂ നിവർത്തി. നമുക്കിപ്പോൾ അതിനെ കണ്ട് പേടിച്ച് കയറാതിരിക്കാൻ കഴിയുമോ? എൻ്റെ വീടിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് കയറിപ്പോകുന്ന എൻ്റെയും ടീച്ചറിൻ്റെയും മുടി മുകളിലത്തെ നിലയിലാണ്. അവിടെ ഇങ്ങനെ പടികളിലൂടെ ഭസ്മം ഇങ്ങനെ വാടി വിതറിയിട്ടുണ്ട്. എനിക്ക് ഒറ്റ നോട്ടത്തിൽ അതെന്താണെന്നും അത് ആര് ചെയ്തതാണെന്നും എനിക്ക് മനസ്സിലായി. ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്തേക്ക് രാവിലെ വന്നാൽ പുസ്തകത്തിൻ്റെ വരുമാനമാണല്ലോ ജീവിതത്തിൻ്റെ വരുമാനം. ആ പുസ്തകങ്ങളൊക്കെ അയച്ച് മാതൃഭൂമിയിലും SS ബുക്കിലും അബാൻ ബുക്സിലും HNCയിലും കറണ്ട് ബുക്സിലും ഒക്കെ പുസ്തകങ്ങൾ അയക്കേണ്ടി വരും. പുസ്തകങ്ങൾ അയച്ച് രണ്ടുപേരും തമ്മിൽ കുറേയൊക്കെ അയച്ച് രണ്ടുപേരും തമ്മിൽ ഒരു നേരമാകുമ്പോഴാണ് വീട്ടിൽ എത്തുക. ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരാരെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അസൂയ തോന്നിയിട്ട് അസൂയപ്പെടുത്താനുള്ളൊരു ജീവിതമൊന്നും ഞാനും ടീച്ചറും തമ്മിലില്ല. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന ഒന്നുമില്ല. രണ്ടുപേരും ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞവരാണ്. 1, 2, 3 ഘട്ടം കഴിഞ്ഞവരാണ്. ഞങ്ങളെ ആഭിചാരം ചെയ്ത് വീഴത്താമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വീഴ്ന്നു തീരണാനുള്ള യോഗമുണ്ടെങ്കിൽ നമ്മൾ വീണല്ലേ പറ്റൂ. പിന്നെ വീഴ്ത്താൻ ശ്രമിക്കാൻ ശക്തിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതെന്ന് പറയാനാണ് എനിക്കിഷ്ടം. എന്തായാലും ഇവർക്കൊക്കെ എതിരെ ഞാനൊന്ന് പ്രാർത്ഥിക്കുകയോ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പോലും ഞാൻ പറയാറില്ല, പറയത്തുമില്ല. അതിൻ്റെ ആവശ്യമില്ല. സത്കർമ്മങ്ങൾ ചെയ്യുക എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ആ നല്ല കർമ്മങ്ങളിലും നല്ല ചിന്തകളിലും ഈശ്വര ജപത്തിലൂടെ മുമ്പിലോട്ട് പോകുന്നതാണ് നല്ലത്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മയാണ് ഏറ്റവും വലുത്, അല്ലേ? അതല്ലേ ഏറ്റവും വലുത്. നമ്മളൊരു കാലത്ത് ചേർത്ത് പിടിച്ചിരുന്നവർ, നമ്മൾ സഹായിച്ചിരുന്നവർ, അവരുടെ ദുഃഖദുരിതങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തവർ, കുളിക്കാനൊന്ന് ചൂട് വെള്ളമില്ല സ്വാമി, ഒരു ഹീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊന്ന് തണുക്കാതെ കുളിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ഹീറ്റർ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞല്ലോ ഭഗവാനെ എന്ന് വിചാരിക്കുക. തകർന്നു പോകുന്ന ദാമ്പത്യത്തിൽ ഭർത്താവ് മറ്റൊരാളുമായിട്ടൊക്കെ ബന്ധമുണ്ട്, അതിൽ നിന്നൊക്കെ കരകയറണമെന്ന് പറയുമ്പോൾ മന്ത്രവാദവും പൂജയും ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു നല്ല ഉപദേശം കൊടുത്ത ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും, ഒരു ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരു ജോലി ചെറുതാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ മറികടന്ന് ഇത്തരം ഏതെങ്കിലും ഗൂഢോത്രം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഭസ്മപ്പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് വിതറിയാൽ അത് ചവിട്ടിക്കയറി പോകുന്ന സുനിൽ പരമേശ്വരനോ കല ടീച്ചർക്കോ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് വളരെ സന്തോഷം. ജീവിതത്തിൽ എല്ലാ നല്ല സുഖങ്ങളും എല്ലാ ദുഃഖങ്ങളും ഒക്കെ വേണ്ടുവോളം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മനസമാധാനവും ശാന്തിയോടുകൂടി ഒരു നിമിഷം മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിഞ്ഞാൽ അതും പുണ്യമായിട്ട് കരുതുന്നതാണ്. അത്യാവശ്യം 10ാം ക്ലാസ് വരെ പഠിച്ച സുനിൽ പരമേശ്വരൻ ജീവിതത്തിൻ്റെ നല്ലപോലെ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങൾ, ഒരുപാട് പേരുടെ ദുഃഖങ്ങൾ, എനിക്ക് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ധർമ്മസങ്കടങ്ങൾ, ദുരിതങ്ങൾ, അല്ലേ? ഓരോരുത്തർ പണത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുള്ള അവരുടെ പൂർവികർ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു തെറ്റും ചെയ്യാത്തവർ അനുഭവിക്കുന്ന കർമ്മങ്ങൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ ചെയ്തു കൂട്ടുന്നതൊക്കെ നമ്മുടെ സന്താന പരമ്പരകൾക്ക്, ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ സംഭവിക്കുന്ന വളരെ വളരെ ദോഷങ്ങൾ, ആഭിചാര ദോഷം ഉണ്ടാക്കുന്ന ഭീകരമായ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് എന്നെ ഒരു ചെറുപ്പക്കാരൻ കാണാൻ വന്നു. ഞാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ ഫലം പറഞ്ഞു. വിവാഹിതനല്ല അല്ലേ? അല്ല. ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഒരു കാര്യം പറയുന്നു, താങ്കൾക്ക് ശാരീരികമായിട്ടുള്ള ഒരു വലിയ ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ കണ്ണുകൾ നിറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കി. കാരണം സമയത്ത് ഇനിയുള്ള ഒരു ജന്മത്തിലും, ഇനിയുള്ള ഒരു സമയത്ത്, അങ്ങോട്ടുള്ള ഒരു സമയത്ത് പോലും, ഇനി ശേഷിക്കുന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും നല്ല ആരോഗ്യമുള്ള, കണ്ടാൽ നല്ല ആരോഗ്യദൃഢനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങോട്ട് ജീവിതത്തിൽ ഒരു സ്ത്രീയെ ചേർത്ത് പിടിക്കാനും ആ സ്ത്രീയുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഭർത്താവാനുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരവസ്ഥ താങ്കൾക്കില്ല. കാരണം താങ്കളൊരു സ്ത്രീയുടെ
കടുത്ത ആഭിചാര പ്രയോഗത്തിലാണ് അത് വന്നിരിക്കുന്ന ഇന്ന സ്ഥലത്ത് നിന്നാണ്. ആഭിചാരങ്ങളിലൊക്കെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയാനൊന്നും എനിക്ക് കഴിയില്ല. ഞാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മുമ്പിലേക്ക് വരുന്ന മനുഷ്യർ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ, അവരനുഭവിക്കുന്നതിൻ്റെയൊക്കെ കാതലായ ചില കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ തന്ത്രമാന്ത്രികങ്ങളിൽ ആഭിചാരങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം, ഇല്ലേ? ഇപ്പം വെമ്പായത്തെ വീട്ടിലെ പടിക്കെട്ടുകളിൽ ഭസ്മം വിതറാൻ കഴിവുള്ളവരൊക്കെ ഇല്ലേ? അവർ വിചാരിക്കുന്നു, അവർ വിളിക്കുന്ന ദൈവത്തിനൊക്കെ വളരെ ശക്തിയുണ്ട്. സ്വാമിയെ ഒന്ന് വീഴ്ത്തിക്കളയാം, വീഴാം. എന്താ സ്വാമി വീഴൂലേ? വീഴും. അങ്ങനെ വീണ് കിടക്കാൻ യോഗമുണ്ടെങ്കിൽ വീണേ പറ്റൂ. പക്ഷേ സത്യസന്ധമായി ജീവിക്കുന്നവർക്ക്, കഠിന ഉപാസന ചെയ്യുന്നവർക്ക്, മറ്റുള്ളവരുടെ നാശം സ്വപ്നം കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലേ, വിളക്ക് വെച്ചൊരു സന്ധ്യാനാമം ജപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആൾക്കാരെ വീഴ്ത്താൻ ശ്രമിച്ചാൽ ആ തിരിച്ചടി അവർക്ക് മാത്രമല്ല, സന്താന പരമ്പരകൾ, സന്താനത്തിനും സന്താനങ്ങളുടെ ഒന്നും അറിയാതെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അതിഭീകരമായിട്ടുള്ള ദുരന്തമുണ്ടാകും. എന്തിനാണ് ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത്, അല്ലേ? നമ്മളൊക്കെ അസ്തമയ സൂര്യനും അതൊക്കെ ഉദിക്കാൻ പോകുന്ന സൂര്യനുമാണ്. നമ്മളൊക്കെ അല്ലേ ഒരു ഘട്ടം കഴിയുമ്പോൾ 50 വയസ്സ് കഴിഞ്ഞാൽ അസ്തമയ സൂര്യനാണ്. അസ്തമിക്കാൻ നാഴിക മാത്രം ബാക്കിയുള്ളത്. ഉദിക്കാൻ നിൽക്കുന്ന, കത്തിജ്വലിക്കാൻ നിൽക്കുന്ന സൂര്യന്മാരായി നിൽക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ബാലന്മാരായ കുട്ടികൾ അവരുടെ യൗവനവും ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും അത്തരത്തിൽ ജ്വലിക്കാൻ നിൽക്കുന്നവരെയൊക്കെ എന്തിനാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്ത്, അല്ലേ? മനുഷ്യൻ്റെ മനസ്സിന് വളർച്ചയില്ലാത്തതിന് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ, ഈ ചെറുപ്പക്കാരനെ ഒരു സ്ത്രീ, ആ ചെറുപ്പക്കാരനിൽ ഭ്രമിക്കുന്നു. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്. ആ ഭർത്താവ് മരിച്ച സ്ത്രീ എന്ത് ചെയ്യുന്നു? ഈ ചെറുപ്പക്കാരനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ആ വശീകരിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ആ ചെറുപ്പക്കാരൻ ആ വശീകരണത്തിന് വഴിയില്ല, പറ്റിയില്ല, അവൻ എൻ്റെ വഴിക്ക് വരില്ല എന്ന് വിചാരിക്കുമ്പോൾ മറ്റൊരു സമുദായത്തിൽ വല്ല മന്ത്രവാദിനിയായ ഒരു സ്ത്രീയെ കാണുകയും സ്ത്രീയുടെ വിയർപ്പ് കൊണ്ട് ചെയ്യുന്ന ഒരു ഭീകര കർമ്മമുണ്ട്. പുരുഷൻ്റെ സകല ശാരീരിക ശേഷികളും നഷ്ടപ്പെട്ടു പോകും, ഇല്ലേ? ആ ചെറുപ്പക്കാരൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അല്ലെ, കാണാൻ നല്ല പരമയോ ആ ചെറുപ്പക്കാരൻ കണ്ണുകൾ നിറഞ്ഞാണ് എൻ്റെ അടുത്ത് നിറങ്ങിപ്പോയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു ക്രൂരതയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്നാൽ ഈ ആഭിചാരത്തിനൊക്കെ ശക്തിയുണ്ടോ? മന്ത്രിക താന്ത്രിക കർമ്മങ്ങൾക്ക് ശക്തിയുണ്ടോ? ശക്തി ഉണ്ടെന്ന് പറയാൻ തന്നെയാണ്. ഇത് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള രണ്ടാമത്തെ കാര്യമാണ്. ആഭിചാരം കൊണ്ട് നശിച്ചു പോയ, ആഭിചാരം ചെയ്ത് നശിച്ചു പോയവരുണ്ട്. ആഭിചാരം എപ്പോഴാണ് ഫലം ചെയ്യുക? ഏക്കുന്നത് നമ്മൾ ആർക്കു വേണ്ടിയാണോ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത്, ആ കർമ്മം ചെയ്യുന്നവൻ അവൻ ഇപ്പം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് വിശ്വാസത്തോടെ വളർന്നു വന്ന ഒരാളൊരു അഭയം തേടി ഒരാളടുത്തേക്ക് ചെല്ലുന്നു. എന്നെ സ്വാമി രക്ഷിക്കണം, ഇല്ലെങ്കിൽ സാറേ രക്ഷിക്കണം, എനിക്ക് നിവൃത്തിയില്ല, എനിക്ക് ഭാര്യയും മക്കളുമുണ്ട്, ഇല്ലെങ്കിൽ കുടുംബമുണ്ട്, ഞാൻ വിശ്വസ്തനായി നിൽക്കാം എന്ന് പറഞ്ഞ് ഒരാളുടെ വിശ്വാസത നേടിയെടുക്കുന്നു. വിശ്വാസം നേടിയെടുത്തിട്ട് അയാളോടൊപ്പം നിന്ന് അയാളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്നു, അയാളെ തകർക്കാൻ ശ്രമിക്കുന്നു. എല്ലാ മനുഷ്യനും ഉണ്ടല്ലോ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ രീതികൾ, അല്ലെങ്കിൽ അവൻ്റെ രഹസ്യമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ബിസിനസ് താല്പര്യങ്ങളും അതൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും അവനിൽ നിന്ന് അകന്നു പോയതിനു ശേഷം അവനെ ആഭിചാരത്തിലൂടെ, എനിക്കറിയാം ഒരാൾ പോയിട്ട് സ്വന്തം ഭാര്യയുടെ തലമുടി മുറിച്ച്, ആലോചിക്കണം, തലമുടി മുറിച്ച് കഴിഞ്ഞ് കംപ്ലീറ്റ് തലമുടി മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട്, മുറിക്കുകയല്ല, അതിനെ മുഴുവൻ എടുത്തിട്ട് ആ മുടിയിൽ ആഭിചാരം ചെയ്ത് കത്തിച്ച് കളഞ്ഞു. മറ്റേ ആൾക്കുണ്ടായ ആഘാതം എന്ന് പറയുന്നത് അതിഭീകരമാണ്. പക്ഷേ ഈ മുടി മുറിച്ചയാൾക്കും ആ മുറിപ്പിച്ച ആൾക്കും സംഭവിച്ചെന്ന് കേട്ടാൽ നമ്മൾ നടുങ്ങിപ്പോവും. ഞാനിത് പറയുന്നത് ഇപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് 12-ാം തീയതി 13-ാം തീയതി 14-ാം തീയതി നാളെ കൂടെ ഉണ്ട് 15-ാം തീയതി വരെ ഞാനിവിടെ ഫലം പറയുമ്പോൾ എൻ്റെ അടുത്ത് 30-35 പേരുടെ ഫലം ഞാൻ ഒരു ദിവസം പറയുന്നുണ്ട്. അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് മനുഷ്യൻ ഇതുകൊണ്ട് നേടുന്നത്? എന്താണ് നേടുന്നത്? ഒരാൾ നശിച്ചതുകൊണ്ട് മനസ്സിന് തൃപ്തി കിട്ടുന്നതാണോ? തൃപ്തി കിട്ടും എന്നാണോ? എന്താണ് മനുഷ്യൻ നേടുന്നത്? ആ ചെറുപ്പക്കാരൻ ഇന്നിറങ്ങിപ്പോയ ചെറുപ്പക്കാരൻ്റെ മനസ്സ് എനിക്ക് വല്ലാത്തൊരു, അയാളൊന്നും ചെയ്തിട്ടില്ല. ശരി, അയാൾ അങ്ങനെ അമ്മയുടെ അനിയത്തി ആയിട്ട് വരും, എന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മയായിട്ട് വരും. അങ്ങനെ കുഞ്ഞമ്മയായിട്ട് വരുന്ന ഒരു സ്ത്രീ
ആ സ്ത്രീക്ക് ഒരു ചെറുപ്പക്കാരനോട് താല്പര്യം തോന്നുക, അവനെ വശീകരിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അവനെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവനിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ അവൻ അത്തരത്തിലുള്ളൊരു ബന്ധവും അത് അരുതാത്തതാണെന്ന് തിരിച്ചറിയുമ്പോൾ, ആ അരുതാത്തതെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു പക കൊണ്ട് അവർ ഇവനെ മറ്റൊരു സമുദായത്തിൽപ്പെട്ട മന്ത്രവാദിനിയായ സ്ത്രീയെ കൊണ്ട്, ഞാൻ ആ സ്ഥലം വരെ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു കഷ്ടമാണ്. ആ ചെറുപ്പക്കാരൻ്റെ ശാരീരിക ശേഷി നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ചോദിക്കുക, എന്നാൽ പിന്നെ ഇവിടെ മരുന്നില്ലേ എന്ന്? ഒരു മരുന്നുമില്ല. തന്ത്രശാസ്ത്രത്തിനെ വെല്ലാൻ പറ്റുന്ന ഒരു മരുന്നുകളും ഒരു മെഡിക്കൽ സംഭവങ്ങളും ഇവിടെയില്ല. ഞാൻ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു മറ്റൊരു ഇതുപോലുള്ള ഒരു സംഭവം എൻ്റെ അടുത്തേക്ക് വന്നു. ഒരാൾ വിദേശത്തായിട്ട് നിന്നിട്ട് അദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പോകാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുണ്ട്, അമ്മയായിട്ട് നല്ല ബന്ധമായിരുന്നു, അമ്മയുടെ അനിയത്തിയായിട്ട് നല്ല ബന്ധമായിരുന്നു, അനിയത്തിയുടെ മകനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അതിലൊക്കെ ഉപരി അദ്ദേഹം ഒരു വീട്ടിലത്തെ നായെ അഗാധമായി സ്നേഹിച്ചിരുന്നു. തീവ്ര അദ്ദേഹം വരുമ്പോഴൊക്കെ ഇത് വാലാട്ടിക്കൊണ്ട് ഈ സ്നേഹം പ്രകടിപ്പിക്കുമല്ലോ നായ്ക്കൾക്ക്, നാൽക്കാലികൾക്ക്, ഭൈരവന്മാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അവർ ഭയങ്കര നന്ദിയുള്ളവരാണ്. ആ സ്നേഹം നമ്മുടെ പുറകെ നടന്ന് അത് നമ്മുടെ മനസ്സിൻ്റെ ശക്തി അത് ഒരുപാടുണ്ട്. ഇപ്പം ഈ നമ്മുടെ കലിയുഗത്തിൽ നായ്ക്കൾ, ഭൈരവന്മാർ, ആ ഭൈരവന്മാർ എന്നാണ് നമ്മുടെ താന്ത്രിക കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇയാളങ്ങ് വിദേശത്ത് പോയപ്പോൾ അമ്മയായിട്ട് ഹൃദയബന്ധമുണ്ടായിരുന്ന അമ്മ ക്യാൻസർ വന്ന് മരിച്ചു. മരിച്ചപ്പോൾ അവസാന കാലം ഈ അമ്മ ഭയങ്കരമായി ആഗ്രഹിച്ചു, എനിക്ക് എൻ്റെ മകനെ ഒന്ന് കാണണം, എൻ്റെ മകനെ കാണാൻ ഞാൻ മരിച്ചു പോകുമല്ലോ ഈശ്വര എന്ന് അമ്മ വിചാരിച്ചു. അമ്മയുടെ അനിയത്തിയാണെന്ന് തോന്നുന്നു ക്യാൻസർ വന്നത്. അത് അമ്മ അല്ലാതെ മരിക്കുമോ എന്തോ പറഞ്ഞു. ഈ അമ്മയുടെ അനിയത്തി മരിച്ചു. അമ്മയുടെ അനിയത്തിയായിട്ടും അയാൾക്ക് ഹൃദയബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ പ്യുവറായിട്ടുള്ള സ്നേഹമാണ് അമ്മ എന്ന് പറയുന്നൊരു സ്നേഹം. ഇതിനപ്പുറത്തൊരു കാര്യം സംഭവിച്ചത്, ഈ അമ്മയുടെ അനിയത്തിയുടെ മകൻ എന്ന് പറഞ്ഞാൽ ഇയാളുടെ അനിയൻ തൂങ്ങി മരിച്ചു, മൃത്യു സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ 4 പേര് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രേതാത്മാക്കളാണ്. ജീവിതത്തിലെ സകലതും ബന്ധിച്ചു കളഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് എൻ്റെ മുമ്പിൽ വന്നൊരാളാണ്, നല്ലൊരു ചെറുപ്പക്കാരൻ. ഞാനൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇത് തന്ത്രശാസ്ത്രത്തിൽ പ്രേതാത്മാക്കളെ വെറും ബലികർമ്മം ചെയ്ത് വിടാൻ പറ്റില്ല. നാൽക്കാലിയൊക്കെ നമ്മൾ മോക്ഷപ്രാപ്തി കൊടുക്കണമെങ്കിൽ ആവാഹിച്ച് ദഹിപ്പിക്കാൻ പറ്റുന്ന ഇതൊക്കെ ദർഭയിൽ ഭഗവാന്റെ രോമകൂമങ്ങൾ എന്ന് പറയുന്നത്, മഹാവിഷ്ണുവിൻ്റെ രോമകൂമങ്ങളാണ് ദർഭയെന്നും വിയർപ്പ് തുള്ളികൾ എല്ലാണെന്നും പറയും. പിന്നെ ഒരു സംഭവമുണ്ട്, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിനെ ദഹിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് മോക്ഷപ്രാപ്തി എന്ന ഒരു കർമ്മമുണ്ട്. അത് ചെയ്യാൻ പറ്റും. അത് ചെയ്താൽ ഒരു പരിധിവരെയൊക്കെ പോകും, ഒരു പരിധിവരെയൊക്കെ ഇത് മാവും. അല്ലാതെ ഇത് ബന്ധിച്ച് കിടക്കും. പ്രേതാത്മാക്കളുടെ ബന്ധനം എന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലുതാണ്. നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന പലതും നിസ്സാരമായിട്ടാണ്. ഈ ആഭിചാര കർമ്മങ്ങൾക്ക് കലിയുഗത്തിൽ വളരെ ശക്തിയുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ രാവണൻ യുദ്ധത്തിന് മുമ്പ് വിഭീഷണൻ പറയും ഈ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് രാവണൻ. അപ്പോൾ അതിനു മുമ്പ് ഒരു രക്ഷയില്ല. അപ്പോൾ ഉഗ്രപ്രത്യങ്കര ഹോമം ചെയ്യും. ഉഗ്രപ്രത്യങ്കര ഹോമം ചെയ്യുമ്പോൾ വിഭീഷണൻ ഈ മുളകിൻ്റെ മണം വരുമ്പോൾ വിഭീഷണൻ ശ്രീരാമനോട് പറയും, അവിടെ ഉഗ്രപ്രത്യങ്കര യാഗം നടക്കുവാണ്. രാവണൻ ഉഗ്രപ്രത്യങ്കര യാഗം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രാവണനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വാനരന്മാർ പോയിട്ട് ആ ഹോമം മുടക്കുകയാണ്. അപ്പം പണ്ട് കാലത്തെ ഈ ശത്രു സംഹാരത്തിന് ഉഗ്രപ്രത്യങ്കര എന്ന് പറയുന്നതിന് വളരെ ശക്തിയുണ്ട്. ഇതൊക്കെ ചെയ്യാനുള്ള യോഗം രാവണനെ പോലെ ശിവഭക്തനായ ഒരാൾ, രാവണനെ പോലെ അത്രയും അതിശക്തനായ ഒരാൾ, ആത്മീയ തലത്തിൽ അത്രയും ശ്രീരാമനേക്കാൾ ശ്രേഷ്ഠനായ എന്ന് പറഞ്ഞാൽ രാവണ വധത്തിന് ശേഷം ശ്രീരാമനും ലക്ഷ്മണനുമൊക്കെ രാവണന് വേണ്ടി ബലികർമ്മങ്ങൾ ചെയ്തു എന്നാണ്. അതുകൊണ്ടാണ് രാവണ രാവുകൾ എന്നൊരു പുസ്തകം ഞാനിപ്പോൾ എഴുതുന്നുണ്ട്. രാവണൻ്റെ 10 ദിവസത്തെ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, 10 ദിവസത്തെ മരണത്തിന് മുമ്പുള്ള ചിന്തകളാണ്. ആ മരണം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു രാമനും രാവണനുമായിട്ടുള്ള യുദ്ധം സീതയെ തട്ടിക്കൊണ്ടു വന്നു എന്നുള്ളതിൻ്റെ പേരിലല്ല, നമ്മളതിൻ്റെ ആന്തരികമായ ചില അവസ്ഥകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭൗതികതയിൽ വിട്ട് ആത്മീയതയുടെയും മാന്ത്രികതയുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ആ പുസ്തകത്തിനകത്ത് അത് എഴുതിയില്ല, അതെൻ്റെ 50ാമത്തെ പുസ്തകമായിട്ട് എഴുതാനാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അങ്ങനെയുള്ള ഈ ആഭിചാര കർമ്മങ്ങൾ പണ്ട് കാലത്ത്
ദോഷങ്ങൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശത്രുവിൻ്റെ മനോവീര്യം തകർക്കുന്ന, ശത്രു മറികടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ഇത്തരം കർമ്മങ്ങൾ, ഇത്തരം സാധനങ്ങൾ, ചില തകിടുകളും ചില യന്ത്രങ്ങളും ഒക്കെ ഇടും. എന്ന് പറഞ്ഞാൽ എന്താണ്? രഥം മറികടന്ന് അപ്പുറത്തേക്ക് പോയാൽ, ഇപ്പോൾ കർണൻ്റെ രഥം താഴ്ന്ന സ്ഥലത്ത് ആഭിചാരകർമ്മം ഉണ്ടായിരുന്നു. രഥം താഴ്ന്ന സ്ഥലത്ത്, കാരണം ഈ രഥത്തിന് അപ്പുറത്തോട്ട് പോയാൽ പിന്നെ അപ്പുറത്തോട്ട് പോയാൽ പിന്നെ കർണനെ തൊടാൻ പറ്റില്ല. അപ്പം ഇതിന് അത്ര വരെ പോവാവൂ. ഈ രഥം ഒന്നും കൂടെ ചലിച്ച് ഈ ചക്രം മറികടന്ന, ഈ യന്ത്രം മറികടന്ന് അപ്പുറത്തേക്ക് പോയാൽ പിന്നെ കർണനെ കൊല്ലാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള താന്ത്രിക കാര്യങ്ങളിലൊക്കെ വളരെ ഗഹനമായ ആഴത്തിലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വളരെ നിസ്സാരമായിട്ട് ആവിചാരമൊന്നുമില്ല, ഇതൊക്കെ വേറെ ജോലിയില്ലേ എന്നൊക്കെ പറഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ, സ്വാമി പറയണ കള്ള സ്വാമി വന്നിരുന്ന അന്ധവിശ്വാസമൊക്കെ പടർത്തി എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഇതൊക്കെ നിഷേധിച്ച് കളയാതിരിക്കുക. നമ്മളിപ്പോൾ ഇതൊന്നും പരിഹാരം തിരിച്ച് നമ്മളൊന്നും ചെയ്യാനൊന്നും പോണ്ട. ഇതൊക്കെ ചെയ്ത് ഈ ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്നതും ഇതുപോലുള്ള ഈ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നതും, അതുകൊണ്ട് ഒരു ശത്രുവിൻ്റെ നാശം മുമ്പിൽ കാണുന്നതും, ഒരു ശത്രു നശിക്കുന്ന കാണുമ്പോൾ ആനന്ദം തേടുന്നതും ഒക്കെ തന്നെ താൽക്കാലികമായി ഉണ്ടാക്കുന്നൊരു സുഖങ്ങൾക്കപ്പുറം, മനോസുഖത്തിനപ്പുറം തൻ്റെ അടുത്ത തലമുറ, മക്കൾക്കോ, പെൺമക്കളുടെ കുഞ്ഞുങ്ങൾക്കോ, ആൺമക്കളുടെ കുഞ്ഞുങ്ങൾക്കോ, എന്നുവെച്ചാൽ തലമുറ, ആ തലമുറയ്ക്കുണ്ടാക്കുന്നൊരു നാശമുണ്ട്. ഉപാസകരെ ചീത്ത പറയുക, മനസ്സിൽ പോകുന്ന വൈകല്യങ്ങൾ പറയുക. ഉപാസകരൊന്നും ആഭിചാരം ചെയ്യാൻ നടക്കുന്നവരല്ല, ശത്രുവിനെ സംഹരിക്കാൻ നടക്കുന്നവരല്ല, അവൻ്റെ പൂർവ്വജന്മമായിട്ട് ഉപാസനാബലം കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ജീവിതം. എന്ത് നേടി? ഞാനിപ്പോൾ ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ, ഞാനിന്ന് ഗണേശനെ ഇപ്പോൾ പത്തനാപുരത്ത്, എനിക്ക് വളരെ ദുഃഖം തോന്നിയ ഒരു കാര്യമാണ്. NSS ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരുടെ പ്രിയപ്പെട്ടവനായിരുന്നു ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാറിൻ്റെ പത്തനാപുരത്ത് നിന്ന് ഗണേഷ് കുമാറിനുമായിട്ട് ബന്ധമുള്ള ആ സമിതി പിരിച്ചുവിട്ടു, താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടു. ഗണേശൻ ഒറ്റപ്പെടുവാണ്. എന്തുകൊണ്ട് ഒറ്റപ്പെടുന്നത്? ആ കാലം ദോഷമായി മാറുവാണ്. അദ്ദേഹം മതം മാറി. അദ്ദേഹം ഹൈന്ദവ വിശ്വാസിയാണെന്ന് ഒരു കാലത്ത് ഹൈന്ദവ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഗണേശൻ എന്നാണ്. ആനകളെ സ്നേഹിച്ചിരുന്ന ഒരാൾ, ഗണേശ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മറ്റൊരു ക്രൈസ്തീയ സഭയുമായിട്ട് ബന്ധമുണ്ടെന്ന് കേട്ടു. അദ്ദേഹത്തിൻ്റെ പുതിയ ഭാര്യ അതിലാണ് വിശ്വസിക്കുന്നതെന്ന് കേട്ടു. അതിലൊന്നും നമുക്ക് തെറ്റും പറയാൻ പറ്റില്ല. ഒരാളുടെ വിശ്വാസ പ്രമാണങ്ങൾ അതാണെങ്കിൽ അതൊന്നും ഇതാണ് തെറ്റ്, ഇതാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരാളൊരു കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ, ഒരാളൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അവൻ വിശ്വസിക്കുന്ന മതം, ഒരാളൊരു ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ വിശ്വസിക്കുന്ന ആ ക്രൈസ്തീവമായിട്ടുള്ള കാര്യങ്ങൾ, ഒരാളൊരു ഹിന്ദുവായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ജനിക്കുന്നത്? അവൻ അതിൽ ഉറച്ചു നിന്ന് അവൻ്റെ ആ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാനാണ്. അവൻ അതിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ച്, അവന് മാറ്റങ്ങൾ വന്നു ചേർന്ന് അവൻ എന്തിനാണോ പിടിക്കുന്നത് അതൊക്കെ തന്നെ തിരിച്ചടിക്കുന്ന ഒരു കാലം, ഗണേശൻ്റെ കാലം എന്ന് പറയുന്നത്. ഈ കണ്ടില്ലേ, ആ സ്വത്തും പണവും ഒക്കെ കീഴൂട്ട് രാമൻപിള്ളയുടെ സ്വത്തുക്കളൊക്കെ തമ്മിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതാണ്. എന്നെ ഒരുപാട് പേര് വിളിച്ചു. തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു, മാനസിക സംഘർഷങ്ങളുണ്ടാകുന്നു, ദുഃഖങ്ങളുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. ആ ഇലക്ഷന് ജയിക്കുന്നതല്ലല്ലോ ഒരു പ്രധാന കാര്യം, ആണോ? ഒരാളൊരു ഇലക്ഷൻ ജയിച്ച് മന്ത്രിയാകുന്നതാണോ കാര്യം? ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമപരമായ കാര്യങ്ങൾ, ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണോ വലിയ കാര്യം? അവൻ സമാധാനവും ശാന്തിയുമായിട്ട് ഉറങ്ങുന്നതല്ലേ കാര്യം? അവന് സദ്ബുദ്ധിയോടുകൂടി, നല്ല ചിന്തകളോടുകൂടി, നല്ല കർമ്മങ്ങൾ ചെയ്ത് അവൻ സാത്വികനായിട്ട് അവൻ്റെ ജീവിതത്തിൻ്റെ കാലത്ത് നാമനാമം ജപിച്ച് ഭൂമിയിൽ നിന്ന് മോക്ഷപ്രാപ്തി ലഭിക്കുന്നത് നല്ലത്. അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ അധികാര കൊതികൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി അച്ഛനെ തല്ലി. ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു, അവൻ ബാലകൃഷ്ണ സാറിൻ്റെ ചെകിട്ടത്തടിച്ചവനാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനത് കണ്ടില്ല. നിങ്ങളെന്തിനാണ് ഗണേശനെ വെളുപ്പിക്കുന്നത്? ഞാൻ അദ്ദേഹത്തെ വെളുപ്പിക്കാനും കറുപ്പിക്കാനും പോയില്ല. എനിക്കറിയാവുന്ന ഗണേശനെക്കുറിച്ചേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു മനോവധയുണ്ട്. അത് അദ്ദേഹം എന്തൊക്കെയാണെങ്കിൽ തീർത്താലും അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ്. ആ കഴിവുകളൊക്കെ ഇല്ലാതായിക്കൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന മനോവ്യഥ, ഇലക്ഷനിലാണെങ്കിലും ജയിച്ച് മന്ത്രിയാകുന്നതും MLA ആകുന്നതും അധികാരക്കസിൽ ഇരിക്കുന്നതുമല്ല. നമ്മൾ മരണപ്പെടുമ്പോൾ, നമ്മളെ ഇങ്ങനെ ശാശ്വതമായി പട്ടുവിരിച്ച് കിടത്തിയിരിക്കുമ്പോൾ ഒരാൾ മുഖത്ത് നോക്കി അദ്ദേഹം സമൂഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പോലും നല്ലത് ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്, ഭഗവാനെ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനൊരു നല്ല പുനർജന്മം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടാകുന്നതാണ് ഒരാളുടെ ശ്രേഷ്ഠമായ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ
ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്ന് നിറയുന്നത് മാത്രമാണ് ഇനി ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് എൻ്റെ അടുത്ത് വന്ന ഇന്നലെയൊക്കെ വന്ന ആ വിചാരം കൊണ്ട് നശിച്ചുപോയ ഒരുപാട് ദമ്പതിമാരുടെയും കുടുംബങ്ങളുടെയൊക്കെ ദുഃഖദുരിതങ്ങൾക്ക് പരിഹാരമില്ലാത്ത ഞാൻ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. എനിക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. നിങ്ങൾ നമശിവായ ജപിക്കുക, ഓം നമശിവായ ജപിക്കുക, സർപ്പമന്ത്രം ജപിക്കുക, വിഷ്ണുപാദത്തിൽ മുറുകെ പിടിക്കുക. ഇത്തരം കർമ്മങ്ങൾ ചെയ്ത് സ്വയം ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നന്മയുള്ള ഹൃദയവും നന്മയുള്ള മനുഷ്യർക്കിടയിലും ജീവിക്കാൻ കഴിയട്ടെ. കർമ്മം ചെയ്യുന്നവരൊക്കെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് പറഞ്ഞാൽ അത് കിട്ടിക്കോട്ടെ എന്ന് മാത്രം വിചാരിക്കുക. നമ്മളതിൻ്റെ പുറകെ പിന്നാലെ പോണ്ട. ഭസ്മം വിതറുന്നവർക്കും തകിട് കുടിച്ചിടുന്നവർക്കും ഭസ്മപ്പൊടി ഇടുന്നവർക്കും ഒക്കെ ഈശ്വരൻ ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഭൂമിയിലൂടെ നടക്കുന്നു, ഈ ഭൂമിയിൽ ജീവിക്കുന്നു, ഈ ഭൂമിയിലെ സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈശ്വര ഇത്രയും ദുഃഖം തന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.